Honorable Speaker Sir, I rise to move that the promotion and regulation of online gaming bill 2025 be taken into consideration. The promotion and regulation of online gaming bill 2025 ഇന്ന് പാർലമെന്റിൽ പാസാക്കിയ നിയമമാണിത്. അങ്ങനെ ഓൺലൈൻ ഗെയിമുകൾക്കും നിയമം വന്നിരിക്കുന്നു. പണം ഉപയോഗിച്ച് കളിക്കുന്ന എല്ലാ ഗെയിമുകളും പൂർണ്ണമായി നിരോധിക്കാൻ സർക്കാർ ഒരു നിയമം കൊണ്ടുവരികയാണ്. അങ്ങനെയെങ്കിൽ Dream11, My11 സർക്കിൾ, റമ്മി സർക്കിൾ ഇങ്ങനെ തുടങ്ങി വൻ പോപ്പുലാരിറ്റിയും പണവും ഒഴുകുന്ന കമ്പനികൾക്കൊക്കെ പണി കിട്ടാൻ പോവുകയാണ്. കളിക്കുന്നവർ ജയിച്ചാൽ കൂടുതൽ റിവാർഡുകളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പണം മുടക്കുന്ന, യഥാർത്ഥ പണം ഉപയോഗിച്ച് കളിക്കുന്ന റിയൽ മണി ഗെയിമുകൾ അഥവാ RMGകൾ പൂർണ്ണമായി നിരോധിക്കുമോ? നോക്കാം പുതിയ ബില്ലിൻ്റെ വിശേഷങ്ങൾ. ഓൺലൈൻ ഗെയിമിംഗ് കേവലം വിനോദം മാത്രമല്ല, ഇന്ന് ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്നൊരു വ്യവസായമാണ്. ഇന്ത്യയിലും ഈ വ്യവസായം അത്ര ചെറുതൊന്നുമല്ല. PUBG, ഫ്രീ ഫയർ, റമ്മി, പോക്കർ ഇവയെല്ലാം യുവാക്കളുടെ ഹരമുള്ള പ്രിയപ്പെട്ട വിനോദമാണ്. പക്ഷേ ഈ വളർച്ചയോടൊപ്പം ചില വെല്ലുവിളികൾ കൂടി വന്നു. ഗെയിമിംഗ് അഡിക്ഷൻ, റിയൽ മണി ഗെയിമുകളിലെ തട്ടിപ്പുകൾ, പ്രായപൂർത്തിയാകാത്തവർക്ക് ആക്സസ് കൊടുക്കുന്നത്, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിരുന്നു. ഇത്രയും കാലം ഗെയിമിംഗ് ഇൻഡസ്ട്രി എങ്ങനെ നടന്നുവെന്നോ, ആരൊക്കെ എങ്ങനെയൊക്കെ കളിച്ചുവെന്നോ കളിപ്പിച്ചുവെന്നോ ഒരു നിശ്ചയവുമില്ലായിരുന്നു. നമുക്കൊരു നിയമവുമില്ലായിരുന്നു. ഇനി അങ്ങനെയല്ല, ഓൺലൈൻ ഗെയിമുകൾക്കും നിയമം വന്നിരിക്കുന്നു. ഗെയിമിംഗ് മേഖലകളിൽ അനേകം പ്രശ്നങ്ങളും ചൂതാട്ടങ്ങളും അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനും ഗെയിമിങ്ങിനെ ഒരു ഔപചാരിക വ്യവസായമാക്കി പ്രോത്സാഹിപ്പിക്കാനുമാണ് 2025 ഓൺലൈൻ ഗെയിമിംഗ് ബിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ മണി ഗെയിമുകളെ, അവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളെ, പരസ്യങ്ങളെ, സാമ്പത്തിക ഇടപാടുകളെ എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ നിയമനിർമ്മാണം. റിയൽ മണി ഫോർമാറ്റുകളെ ആശ്രയിക്കുന്ന നിരവധി പ്രധാന ഇന്ത്യൻ ആപ്പുകളെയും ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെയും സാരമായി ബാധിക്കുന്ന നിയമമാണിത്. രാജ്യസഭയിൽ ശബ്ദവോട്ടോടുകൂടി ഇന്ന് പാസാക്കിയതോടെ പുതിയ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ നിയമമാവുകയാണ്. ഇത് ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ സാരമായ ചലനങ്ങൾ ഉണ്ടാക്കും. അത് എത്രത്തോളം ബാധിക്കുമെന്ന് ബോധ്യപ്പെടണമെങ്കിൽ, ഇതിൻ്റെ ഗൗരവം കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ചില പേരുകളും കണക്കുകളും മാത്രം നോക്കിയാൽ മതി. പുതിയ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ബാധിക്കുന്ന ചില പ്രമുഖ ഇന്ത്യൻ ആപ്പുകളുടെയും ഗെയിമുകളുടെയും പേരുകളാണത്. ഒന്നാമതായി Dream11. സ്പോർട്സിൽ ഓരോ താരങ്ങളുടെയും റിയൽ പെർഫോമൻസ് അടിസ്ഥാനമാക്കി, പ്രത്യേകിച്ച് ക്രിക്കറ്റ് താരങ്ങളുടെ പ്രകടനങ്ങൾക്കനുസരിച്ച് വെർച്വൽ ടീമുകളെ സൃഷ്ടിച്ച് അതിലൂടെ ക്യാഷ് പ്രൈസുകൾ നേടുന്ന, അതിനായി ഉപയോക്താക്കൾ പണം നൽകുന്ന പ്രമുഖ ഫാൻറ്റസി സ്പോർട്സ് പ്ലാറ്റ്ഫോമാണ് Dream11. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് 10 കോടിയിലധികം മനുഷ്യരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ മണി ഗെയിം പ്ലാറ്റ്ഫോമുകളിലൊന്ന് അതാണ് Dream11. ഈ ബിൽ വരുന്നതോടെ ഫാൻറ്റസി സ്പോർട്സ് ഉൾപ്പെടെ എല്ലാത്തരം റിയൽ മണി ഗെയിമിങ്ങും നിരോധിക്കപ്പെടാനുള്ള സാധ്യതകളാണ്. അതുകൊണ്ട് തന്നെ Dream11ൻ്റെ ഭാവി എന്താകുമെന്നറിയില്ല. IPL പോലുള്ള ഇവൻറ്റുകളിൽ വൻ സാമ്പത്തിക നേട്ടമാണ് ഈ പ്ലാറ്റ്ഫോമുകൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ഇവൻറ്റുകളും സെലിബ്രിറ്റി താരങ്ങളും സ്പോൺസർ ഇനത്തിൽ Dream11 ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. നമ്പർ 2 My11 സർക്കിളാണ്. ടീമുകൾ രൂപീകരിക്കാനും ക്യാഷ് റിവാർഡുകൾക്കുമായി മത്സരിക്കാനും ഉപയോക്താക്കളെ അനുവദിക്കുന്ന My11 Dream11 സമാനമായ മറ്റൊരു ഫാൻറ്റസി സ്പോർട്സ് ആപ്പ്. Dream11ൻ്റെ ഒരു കോമ്പറ്റീറ്റർ. എൻട്രി ഫീസും ക്യാഷ് പ്രൈസുകളും എല്ലാമുള്ള My11 സർക്കിളിൻ്റെ ബിസിനസ് മോഡലും ഇനി ഇന്ത്യയിൽ ചിലപ്പോൾ നിയമവിരുദ്ധമായേക്കും. പ്ലാറ്റ്ഫോമുകൾ അടച്ചുപൂട്ടാനോ പണം ഉപയോഗിക്കാത്ത രൂപത്തിലുള്ള ഫോർമാറ്റുകളിലേക്ക് മാറ്റാനോ കമ്പനികൾ നിർബന്ധിതരായേക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇതിനുമുണ്ട് 5 കോടിയിലധികം ഡൗൺലോഡുകൾ. ഇതുപോലെ പ്രവർത്തിക്കുന്ന ഹൗസാറ്റ്, SG11 ഇങ്ങനെ തുടങ്ങി വേറെയും ഫാൻറ്റസി ക്രിക്കറ്റ് ആപ്പ് പ്ലാറ്റ്ഫോമുകളുണ്ട്. മറ്റു കായിക ഇനങ്ങളിലും ഇത്തരം ഗെയിമുകളുണ്ട്. റിയൽ മണി ഗെയിമുകളുടെ നിരോധനം ഇവരെ എല്ലാവരെയും ഒരുപക്ഷെ ബാധിച്ചേക്കും. മറ്റൊന്നാണ് വിൻസോ. ഇതൊരു മൾട്ടി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. കാർഡ് ഗെയിമുകൾ, ക്വിസുകൾ, ലുഡോ, കാർഡ്സ്, കാഷ്വൽ ഗെയിമുകൾ ഇങ്ങനെ തുടങ്ങി വിവിധ റിയൽ മണി ഗെയിമുകൾ വാഗ്ദാനം ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണിത്. വിൻസോ ലുഡോ പ്ലേ ഗെയിമിന് മാത്രം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ 5 കോടിയിലധികം ഡൗൺലോഡുകളുണ്ട്. ചില പേരുകൾ കൂടി പറയാം. ഗെയിംസ് 24/7, My11 ഫാൻറ്റസി സ്പോർട്സ്, റമ്മി സർക്കിൾ. എങ്ങോട്ടാണ് ഈ നിയമത്തിൻ്റെ പോക്കെന്ന് ബോധ്യപ്പെടാൻ ഈ പേരുകൾ മാത്രം മതി. റമ്മി, പോക്കർ പോലുള്ള ഓൺലൈൻ കാർഡ് ഗെയിമുകളും ഇതിലുൾപ്പെടും. മൾട്ടി ബില്യൺ രൂപ സമ്പാദിക്കുന്ന കമ്പനികൾ, അവർക്ക് പോലും ഒരുപക്ഷെ പ്രവർത്തനം നിർത്താനോ ഇന്ത്യ വിട്ടു പോവാനോ വരെ ചിലപ്പോൾ നിർബന്ധിതരായേക്കും. ഇത്ര ഫേമസ് അല്ലാതെ തന്നെ ഇന്ത്യയിൽ ഫാൻറ്റസി സ്പോർട്സിലും റിയൽ മണി ബെറ്റിങ്ങിലുമെല്ലാം ഏർപ്പെട്ടിരിക്കുന്ന മറ്റു ചെറുകിട ആപ്പുകളുമുണ്ട്, ഗെയിമുകളുണ്ട്. അവരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. ഇന്ത്യയുടെ ഓൺലൈൻ ഗെയിമിംഗ് വിപണി വരുമാനം ഏകദേശം പ്രതിവർഷം 25,000 കോടി രൂപ നികുതിയായി ഗവൺമെൻറ്റിന് സംഭാവന ചെയ്യുന്നുണ്ട്. അത് മുടങ്ങിയേക്കാം.
മാത്രമല്ല ഗെയിമിംഗ് വ്യവസായത്തിൽ ഈ നിരോധനം മൂലം വൻതോതിലുള്ള തൊഴിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മേഖലയിലേക്കുള്ള വൻ വിദേശ നിക്ഷേപങ്ങൾ നിലക്കാൻ സാധ്യതയുണ്ട്. GST വരുമാനത്തിൽ സർക്കാരിന് പ്രതിവർഷം 20-25,000 കോടി രൂപ നഷ്ടപ്പെടുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാം അങ്ങ് പാടെ നിരോധിക്കുക മാത്രമല്ല ഈ ബിൽ ചെയ്യുന്നത്. ഒരു ദേശീയ ഓൺലൈൻ ഗെയിമിംഗ് റെഗുലേറ്ററി ബോർഡ് രൂപീകരിക്കും. എല്ലാ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളും ഈ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, ലൈസൻസ് നേടിയിരിക്കണം. റിയൽ മണി ഗെയിമുകൾ, അതായത് പണം വെച്ച് കളിക്കുന്ന ഗെയിമുകൾക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പ്രായപൂർത്തിയാകാത്തവർക്ക് ഇത്തരം ഗെയിമുകളിലേക്ക് പ്രവേശനമുണ്ടാകില്ല. KYC പോലുള്ള കർശനമായ വെരിഫിക്കേഷൻ സംവിധാനങ്ങൾ നടപ്പാക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. വൻകിട കോർപ്പറേറ്റുകൾ കണ്ണുവെക്കുന്ന മേഖലയാണിത്. ഇതുവരെ ചൂഷണങ്ങളും തട്ടിപ്പുകളുമെല്ലാം ഒരു നിയമവ്യവസ്ഥയും ഇല്ലാതെ നടക്കുകയായിരുന്നു. പാർലമെൻറ്റിൽ ബഹളങ്ങൾക്കിടെ എളുപ്പത്തിൽ ചുട്ടെടുത്ത നിയമങ്ങളിലൊന്നാണ് ഈ നിയമം. ഇനിയിപ്പോൾ കോർപ്പറേറ്റുകൾ ഒരുപക്ഷെ നിയമം മുഖേന ചൂഷണം നടത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കാരണം ഈ നിയമം പല രൂപത്തിൽ ഗെയിമിംഗ് കമ്പനികൾക്ക് പ്രോത്സാഹനവും നൽകുന്നുണ്ട്. നികുതി ഇളവുകൾ, ഗെയിം ഡെവലപ്മെൻറ്റിനുള്ള ഫണ്ടിംഗ്, ഇന്ത്യയിൽ ഗെയിമിംഗ് സ്റ്റുഡിയോകൾ തുടങ്ങാനുള്ള സഹായം, ഇങ്ങനെ തുടങ്ങിയ എല്ലാം നൽകുന്നുണ്ട്. പക്ഷേ തട്ടിപ്പുകൾ തടയാൻ, ഗെയിമുകളുടെ സുതാര്യത ഉറപ്പാക്കാൻ ഓരോ ഗെയിമിൻ്റെയും സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നുണ്ട് ഈ നിയമം. അതോടൊപ്പം തന്നെ ഇത് ലംഘിക്കുകയാണെങ്കിൽ കനത്ത ശിക്ഷയുമുണ്ട്. കനത്ത പിഴ, ലൈസൻസ് റദ്ദാക്കൽ എല്ലാമുണ്ട്. പുതിയ നിയമങ്ങൾക്ക് വിരുദ്ധമായി പണം ഉപയോഗിക്കുന്ന ഗെയിമുകൾ ആരെങ്കിലും ഉൽപ്പാദിപ്പിച്ചാൽ ജാമ്യമില്ലാത്ത കുറ്റമാണ്. 3 വർഷം തടവും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഒരു വശത്ത് ഇത് ഗെയിമിങ്ങിനെ കൂടുതൽ സുരക്ഷിതവും വിശ്വസനീയവുമാക്കുന്നുണ്ട്. തട്ടിപ്പുകൾ കുറയ്ക്കാൻ, ഗെയിമിംഗ് അഡിക്ഷനെ നിയന്ത്രിക്കാൻ ഇതിനെല്ലാം ഈ നിയമങ്ങൾ ഒരുപക്ഷെ സഹായിച്ചേക്കും. ഇന്ത്യയിൽ ഗെയിം ഡെവലപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിച്ച് ലോകോത്തരമായ ഗെയിമുകൾ ഈ രാജ്യത്തു നിന്നുണ്ടാകണം. ചൂഷണങ്ങൾ തടയണം. സാങ്കേതിക വിദ്യകളും യുവാക്കളുടെ താല്പര്യങ്ങളും മാറുന്ന പുതിയ കാലഘട്ടത്തോടൊപ്പം സഞ്ചരിക്കാൻ നിയമങ്ങളും കാലോചിതമായി പരിഷ്കരിച്ചേ മതിയാകൂ. അത്തരത്തിലൊരു ശ്രമമായി മാറട്ടെ ദി പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ഈ 2025.